യേശുവിൽ പ്രിയപ്പെട്ടവരെ, അന്ത്യത്താഴവേളയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മനോഹരമായ ഒരു പ്രാർത്ഥന നടത്തുന്നു. അതിനിടയിലാണ് ഈ ഒരു വചനം നമ്മൾ കാണുക. അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അവർ ഈ ലോകത്തിൽ തന്നെ ജീവിക്കേണ്ടവരാണ്. മരിക്കുന്നത് വരെ ഈ ലോകത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിൽ, എന്നാൽ ലോകത്തോട് കലരാതെ മനോഹരമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ. പക്ഷേ അവരെ ഈ ലോകത്തിൽ നിന്ന് എടുത്ത് മാറ്റാതെ, പക്ഷേ പ്രലോഭനങ്ങൾ, ദുഷ്ടനിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. പ്രലോഭനം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നില്ല, വീഴാനിടയാകരുത് എന്നാണ്. ഈശോ എപ്പോഴും അങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതും നമുക്ക് പറഞ്ഞു തരുന്നതും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ്. നിങ്ങളുടെ അധ്വാനം ഞാൻ എടുത്തു മാറ്റാമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് വഹിക്കാൻ എളുപ്പമുള്ളതായി തീരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമ്മളെ ഓടി അകലാനോ എടുത്തു മാറ്റാനോ ഒന്നുമല്ല, അതിനിടയിലൂടെ ആപത്ത് വരാതെ നശിക്കാതെ മുന്നോട്ട് പോകുവാനുള്ള കൃപയാണ് അവിടുന്ന് നമുക്ക് തരുന്നത്. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.